അതിപ്പോൾ എന്നാ ഇലക്ഷൻ കാലത്ത് മനസ്സിലായില്ലേ കൂറെന്താന്ന്. ഇലക്ഷൻ കാലത്ത് കോർപ്പറേഷനിൽ ചെന്ന് അദ്ദേഹത്തിനെ അടുത്ത് പിടിച്ചിരുത്തി സൽക്കരിച്ച് അദ്ദേഹം പ്രഗത്ഭനായൊരു പാർലമെൻറ്റേറിയനാണ് എന്ന് പറഞ്ഞല്ലോ. കാരണം അദ്ദേഹം എം പി ആയി നോമിനേറ്റഡ് എം പി ആയിരുന്നപ്പോൾ എന്തോ ഫണ്ടൊക്കെ അവിടെ കൊടുത്തു അത്രേ. അതേസമയത്ത് ഇലക്റ്റഡ് എം പി ആയിട്ടുള്ള പ്രതാപൻ എന്നെ ഒന്നും സഹായിച്ചിട്ടില്ല, സഹായം മുഴുവൻ സുരേഷ് ഗോപിയാണ് കിട്ടിയതെന്ന് പറഞ്ഞു. അത് വളരെ വ്യക്തമല്ല എന്ന് തന്നെ. മേയറെ മാറ്റണമെന്നാണ് ഇപ്പോൾ ആവശ്യപ്പെടുന്നത് CPM. ഏതായാലും അവരെ വിശ്വാസം കൊണ്ട് വരട്ടെ CPI-ക്കാർ, ഞങ്ങൾ പിന്തുണയ്ക്കാം. മറ്റൊരു കാര്യം, ഈ UDF-ൽ നിന്ന് അടുത്ത മുഖ്യമന്ത്രി അതാണ് യോഗ്യൻ. രമേശ് ചെന്നിത്തല ഇപ്പോൾ ഏതായാലും ദുഃഖാചരണം നടക്കുന്നതുകൊണ്ട് ആ വിഷയത്തിൽ ഇപ്പോൾ പ്രതികരിക്കുന്നില്ല. സമുദായ നേതാക്കളുടെ യോഗങ്ങൾക്കൊക്കെ രമേശ് ചെന്നിത്തല പോയി തുടങ്ങിയിട്ടുണ്ട്. അണിയറ ഒരുക്കം തുടങ്ങുവാണോ? സമുദായ നേതാക്കന്മാർ വിളിക്കുമ്പോൾ എല്ലാവരും പോകാറുണ്ട്. എന്നെയും വിളിക്കാറുണ്ട്, ഞാനും പോകാറുണ്ട്. ഇപ്പോൾ അത്തരത്തിലുള്ള ഒരു പ്രതികരണം വരാൻ കാരണം ചെന്നിത്തലയോടുള്ള സ്നേഹം കൊണ്ടാണോ അതോ VD സതീശനോടുള്ള എതിർപ്പ്? ഞാൻ പറയട്ടെ, NSSൻ്റെ എല്ലാ വർഷവും പരിപാടികളിൽ മുഖ്യാതിഥിമാരായി പല കോൺഗ്രസ്സുകാരെയും ക്ഷണിച്ചിട്ടുണ്ട്. 90 ജനുവരി 2 ഞാൻ ചടങ്ങിൽ അന്ന് രാജീവ് ഗാന്ധിയാണ് ഉദ്ഘാടനം ചെയ്തത്. അന്ന് ആ ചടങ്ങിൽ പങ്കെടുക്കാൻ സംസാരിക്കാൻ എന്നെ ക്ഷണിച്ചിരുന്നു. പിന്നീട് അതിനു മുമ്പ് തന്നെ ശ്രീ K. കരുണാകരൻ, AK ആൻ്റണി, ഉമ്മൻചാണ്ടി, ശശി തരൂർ, അപ്പോൾ അധികവും NSSൻ്റെ പരിപാടിയിൽ മന്നൻ ജയന്തിക്ക് മുഖ്യാതിഥികളായി വന്നിട്ടുള്ള കോൺഗ്രസ്സുകാരായിരുന്നു. ആകെ ശ്രീധരൻപിള്ള മാത്രമാണ് ഒരു BJP-ക്കാരൻ ക്ഷണിച്ചത്. കാരണം അന്ന് ലീഗൽ അഡ്വൈസറായിട്ട് ശ്രീധരൻപിള്ള ഉണ്ടായിരുന്നുകൊണ്ട് മാത്രമാണ് അദ്ദേഹത്തിനെ വിളിച്ചത്. BJP-ക്കാർ സാധാരണ അവിടെ പോവാറുണ്ട്, സ്റ്റേജിൽ കയറ്റാറില്ല. CPM-ൽ എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ സുരേഷ് കുറുപ്പ് ഒരിക്കൽ പോയി പങ്കെടുത്തിട്ടുണ്ട്. ഇപ്പോൾ മഹാഭൂരിപക്ഷം കോൺഗ്രസ്സുകാരെ വിളിക്കാം. അപ്പോൾ അതിൽ ഇത്തവണ രമേശ് ചെന്നിത്തലയെ വിളിച്ചു, അത്രയേ ഉള്ളൂ. അതിൽ കൂടുതൽ പ്രാധാന്യം കൊടുക്കേണ്ട കാര്യമില്ല. വിളിക്കുന്നതിനപ്പുറം വലിയ വിമർശനം VD സതീശനെതിരെ ഉന്നയിക്കുന്ന ഒരു സാഹചര്യം കൂടിയുണ്ട്. NSS ഒന്നും പറഞ്ഞിട്ടില്ലല്ലോ, VD സതീശനെതിരായിട്ടൊന്നും പറഞ്ഞിട്ടില്ല. വെള്ളാപ്പള്ളി നടേശൻ തുടരെ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. അദ്ദേഹം എല്ലാവരും പറയാറുണ്ട്. വിമർശിക്കാൻ എല്ലാവർക്കും സ്വാതന്ത്ര്യമുണ്ട്, പക്ഷേ വിമർശനങ്ങൾ വ്യക്തിപരമാവാൻ പാടില്ല എന്നുള്ള നിലപാട് മാത്രമേ ഞങ്ങൾ സ്വീകരിച്ചിട്ടുള്ളൂ. അല്ല, അതിപ്പോൾ അവരാണല്ലോ ക്ഷണിക്കേണ്ട കാര്യം തീരുമാനിക്കേണ്ടത്, അവരാണ് ക്ഷണിക്കേണ്ടത്. അങ്ങനെ രമേശിനെ ക്ഷണിച്ച് എന്ന് വിചാരിച്ചിട്ട് ഭാവിയിൽ മറ്റുള്ളവരെ ക്ഷണിക്കില്ല എന്നതിൻ്റെ അർത്ഥമില്ലല്ലോ. ഒരിക്കൽ ക്ഷണിച്ചാൽ പിന്നെ അവരടുത്ത തവണ മുഖ്യാതിഥിയിൽ ക്ഷണിക്കാറില്ല. അപ്പോൾ അതിൽ അത്ര വലിയ അത്ഭുതമൊന്നുമില്ല, അതിന് ചർച്ചയാക്കേണ്ട കാര്യമില്ല.